സർവീസ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ DA പെൻഷൻ പദ്ധതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പങ്കാളിത്ത പെൻഷനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു മാറ്റം വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഉറപ്പായ പെൻഷൻ, അഷ്വേർഡ് പെൻഷൻ എന്നാണ് പുതിയ പെൻഷന് പേരിട്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് ഈ അഷ്വേർഡ് പെൻഷൻ എന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോഴാണ് തമിഴ്നാടിന്റെ മാതൃകകൾ ടാപ്സ് എന്ന് പറയുന്ന തമിഴ്നാട് മാതൃകയിലുള്ള ഒരു പെൻഷൻ രീതി ഇവിടെ പരിഗണിക്കുന്നത്. ഈ പെൻഷൻ എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷന് പകരം ടാപ്സ് എന്ന് പറയുന്ന തമിഴ്നാട് നടപ്പിലാക്കുന്ന പരിപാടിയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഓരോ മാസവും ജീവനക്കാർ കിട്ടുന്ന ശമ്പളവും DAയും ചേർത്തൊരു തുക വരുമല്ലോ, അതിന്റെ 10% സ്വീകരിച്ച് അവ സ്വീകരിക്കും. 10% വീതം വെച്ച് സ്വീകരിച്ച് അവസാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ഉറപ്പാക്കും. അപ്പം ആദ്യം ജീവനക്കാരുടെ മാസം തോറുള്ള ശമ്പളവും അടിസ്ഥാന DAയും തുകയുടെ 10% വിഹിതം പിടിക്കും. 10% പിടിക്കും. അപ്പൊ 60,000 ശമ്പളം ഉണ്ട്, 6,000 രൂപ പിടിക്കും. എന്നിട്ട് അവസാനം ഈ ലാസ്റ്റ് വാങ്ങിച്ച മാസത്തിന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി കൊടുക്കും. ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ, നമ്മൾ നേരത്തെ പറയുകയാണ്, KR ജ്യോതിലാലിന്റെ നേതൃത്വത്തിലാണ് ശമ്പള പരിഷ്കരണത്തിനുള്ള സംവിധാനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പങ്കാളിത്ത പെൻഷന്റെ കാര്യങ്ങൾ നടക്കുന്നത്. KR ജ്യോതിലാലിന്റെ സംഘമാണ് ചെയ്യുന്നത്. 29-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കും. അപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. K. ബാലഗോപാൽ ഇതിന്റെ പ്രാഥമിക രൂപം അസംബ്ലിയിൽ അവതരിപ്പിക്കും. ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനു ശേഷം അതിന്റെ പ്രാഥമിക രൂപം അവതരിപ്പിച്ച് അസംബ്ലിയിൽ ബഡ്ജറ്റ് എല്ലാം പാസ്സാക്കിയിട്ടായിരിക്കും അതിന്റെ ചട്ടങ്ങളുള്ളത്. കേന്ദ്രം നടപ്പിലാക്കിയിട്ടുള്ള നാഷണൽ പെൻഷൻ സ്കീം, അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീമും ആന്ധ്രാപ്രദേശിന്റെ അഷ്വേർഡ് പെൻഷൻ സ്കീമും പഠിക്കുന്നുണ്ട്. വിശദമായി കേരള സർക്കാർ പഠിക്കുന്നുണ്ട്. ജീവനക്കാർ കൂടുതൽ പ്രയോജനം തമിഴ്നാട് നടപ്പിലാക്കിയിരിക്കുന്ന ടാപ്സ് എന്ന് പറയുന്ന തമിഴ്നാട് അഷ്വേർഡ് പെൻഷൻ സ്കീം, അതാണ് ടാപ്സ്. തമിഴ്നാട് അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന ടാപ്സ് ആണ് ഇപ്പോൾ നോക്കുന്നത്. പങ്കാളിത്ത പെൻഷനിൽ 10% വിഹിതം ഇപ്പോൾ നൽകുന്നുണ്ട്. ഇത് NPS-ലാണ് അടയ്ക്കുന്നത്. NPS-ൽ അടച്ചിട്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിന്മാറുമ്പോൾ ഇതുവരെ അടച്ച വിഹിതം തിരികെ കിട്ടുമോ? അതൊരു ചോദ്യമുണ്ട്. ജീവനക്കാരുടെ വിഹിതം നിക്ഷേപിക്കുന്ന എന്ത് സംവിധാനം സ്വീകരിക്കണം? പുതിയ പെൻഷൻ പദ്ധതി ബാധകമാക്കേണ്ട നിയമന കാലാവധി എപ്പോഴാണ്? ഏത് വർഷം മുതലാണ്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. തമിഴ്നാട് മാതൃക സ്വീകരിച്ചാലും ഇക്കാര്യങ്ങളിലൊക്കെ കേരളത്തിൻ്റെതായ പുതിയൊരു രീതി കൂടി പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാരുടെ വിഹിതം സ്വീകരിക്കുന്നത് പൊതു അക്കൗണ്ടിന്റെ ഭാഗമായാൽ അത് കടമെടുപ്പ് പരിധിയെ ബാധിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ അഷ്വേർഡ് പെൻഷൻ സ്കീമിന്റെ പേരാണ് ടാപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, തമിഴ്നാട് അഷ്വേർഡ് പെൻഷൻ സ്കീം എന്നാണ്. നിലവിൽ പങ്കാളിത്ത പെൻഷന് പകരമായിട്ടാണ് വന്ന് അടിസ്ഥാന ശമ്പളവും DAയും ചേർത്ത് അതിന്റെ പകുതി പെൻഷനായിട്ട് അവസാന മാസം മുതൽ കൊടുക്കുന്ന പെൻഷൻ പറ്റുന്ന ദിവസം മുതൽ കൊടുക്കുന്ന രീതിയാണ്. ജീവനക്കാർക്കും 10% മാസം തോറും 10% അവർ കൊടുക്കണം. പെൻഷൻ ഉറപ്പാക്കാൻ വേണ്ടി വരുന്ന ശേഷിക്കുന്ന തുക ചെലവ് മുഴുവൻ സർക്കാരാണ് വഹിക്കുന്നത്. അപ്പൊ സർക്കാരും കുറച്ച് പൈസ വഹിക്കും. ഇവരിപ്പോ ഒരാൾ ദീർഘകാലം 56 വയസ്സിലോ 60 വയസ്സിലോ റിട്ടയർ ആയാൽ പിന്നെ 80-90 വയസ്സിലൊക്കെ ജീവിച്ചിരുന്ന അത്രയും കാലം പെൻഷൻ കൊടുക്കണം. ബാക്കി വരുന്ന തുക സർക്കാർ കൊടുക്കും. പെൻഷൻ വാങ്ങുന്ന ആൾ മരിച്ചാൽ കുടുംബ പെൻഷനായി അവസാനം വാങ്ങിയ പെൻഷന്റെ 60% ലഭിക്കും. ഗ്രാറ്റുവിറ്റിയായി പരമാവധി 25 ലക്ഷം രൂപയും. അപ്പൊ പരമാവധി 25 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി കൊടുക്കും. ഈ പറഞ്ഞതുപോലെ പിന്നെ അഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞ് തമിഴ്നാട് മാതൃകയിലുള്ള പെൻഷൻ സ്കീമാണ് ആലോചിക്കുന്നത്. അപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകുന്നില്ല. അപ്പോഴും 2 തരത്തിലുള്ള പെൻഷൻകാർ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? ഒന്നുകിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെയും കൂടി ഇപ്പുറത്ത് കൊണ്ടുപോകണം. അത് കൊണ്ടുപോയാൽ അവർക്ക് നഷ്ടം വരും, അവർ സമ്മതിക്കത്തില്ല. ഇനി ഇവിടെയുള്ളവരെ അപ്പുറത്ത്. അപ്പോഴും കേരളത്തിൽ ഭരണഘടനാപരമായി തന്നെ 2 തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. ഇത് മാറ്റാൻ കഴിയുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നുള്ളതാണ് ചോദിക്കേണ്ട ചോദ്യം. കാരണം നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ്, കോർപ്പറേറ്റിനെതിരാണ്, പൊതുമേഖലയെ സംരക്ഷിക്കുന്നവരാണ്, അടിസ്ഥാനപരമായ സോഷ്യലിസം കൊണ്ടുവരുന്നവരാണ്, വർഗവഞ്ചന നടത്താത്തവരാണ്, വർഗാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ തൊഴിലാളി വർഗ പാർട്ടിയാണ്, വർഗാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വലിയ മുൻതൂക്കം കൊടുക്കുന്നതാണ്. ഇതെല്ലാം പറയും. തത്വത്തിൽ ഇതെല്ലാം കിടപ്പുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ 6 പിന്തിരിപ്പൻ നയങ്ങൾ, 6 പിന്തിരിപ്പൻ പരിപാടികൾ നടപ്പിലാക്കുന്ന ഒരു രീതി കൂടി കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ നടപ്പിലാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും ദരിദ്രരായിട്ടുള്ള ആളുകളെ മാറ്റാനോ അവരുടെ ദാരിദ്ര്യം, ഈ അതിവിമുക്ത ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ് നടപ്പിലാക്കിയിട്ടും ഇന്നലെ വലുവനാട് എന്ന് പറയുന്ന മണ്ണഞ്ചേരി, അതായത് ആലപ്പുഴയ്ക്കടുത്തുള്ള റെയിൽവേ ക്രോസ് നടന്നു പോയപ്പോൾ, ഡോക്ടർ തോമസ് ഐസക് നടന്നു പോയപ്പോൾ
വളരെ പ്രായമുള്ള 95 വയസ്സായ ഒരാള് മത്സ്യം വിൽക്കാൻ ഇപ്പോഴും തോളിൽ 2 കുട്ടയും തൂക്കി മത്സ്യം വിൽക്കുന്നു. വയസ്സ് 95. ഉടനെ തോമസ് ഐസക് അവിടെ ഫേസ്ബുക്കിന്റെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത് ഇട്ടു. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ തള്ളി ഫേസ്ബുക്കിൽ മറിക്കണമെന്ന് അറിയാം. പിന്നെ പുസ്തകമാക്കാനാണ്. എല്ലാം കച്ചവടമാണല്ലോ, സകല കാര്യം അദ്ദേഹത്തിന് ഒരു PR വർക്കാണ്. അപ്പൊ ഇത് ഫേസ്ബുക്കിൽ ഇടും, ഫേസ്ബുക്ക് പുസ്തകമാക്കും, ആരെങ്കിലും കൊണ്ടൊക്കെ സ്പോൺസർ ചെയ്യിച്ച് പുസ്തകമാക്കി വിൽക്കും, അല്ലെ കൊടുക്കും. ഇതൊക്കെ അവരുടെ പരിപാടി. അപ്പൊ ഫേസ്ബുക്കിൽ നീണ്ട പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പക്ഷെ പോസ്റ്റ് ഒരു അപകടം പിടിച്ച പോസ്റ്റാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു സൂചന ഞാൻ സൂചിപ്പിച്ചു. ഈ കേരളത്തിന്റെ ഇതെന്തിനാണ് ശമ്പള പരിഷ്കരണത്തിൽ പറയുന്നത് വെച്ചാൽ മൊത്തത്തിലൊരു ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തോമസ് ഐസക് അവിടെ നിന്നിട്ട് അതിന്റെ ഈ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു, ഞാൻ 85 വയസ്സായപ്പോഴും അദ്ദേഹത്തെ കണ്ടു, 95 വയസ്സായപ്പോഴും അദ്ദേഹം ഇങ്ങനെ 20 കിലോമീറ്റർ ഒരു ദിവസം ജീവിക്കാൻ വേണ്ടി ഓടുകയാണ്. ഇവിടെ അതിദരിദ്രമാണ്, ഒരു വശത്ത് സോഷ്യലിസമാണ്, വർഗാധിഷ്ഠിതമാണ്, തൊഴിലാളി വർഗമാണ്, സകലതുമാണ്. പക്ഷെ ഇപ്പോഴും ആദിവാസി തന്നെയാണ്, പട്ടികജാതിക്കാരൻ തന്നെയാണ്, കൈത്തറി കശുവണ്ടി തൊഴിലാളികളൊക്കെ നിത്യപട്ടിണിക്കാരും അർത്ഥപട്ടിണിക്കാരുമാണ്. അദ്ദേഹം കണ്ട ഈ മത്സ്യം വിൽക്കുന്ന ആളും അതാണ്. എന്നാൽ 10 വർഷം കണ്ട ആളിന് അദ്ദേഹം ആലപ്പുഴയുടെ അദ്ദേഹത്തിന് തട്ടകം എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരിടത്തിരുന്ന് വിൽക്കാനുള്ള ഒരു ബങ്ക് കടയെങ്കിലും ഇട്ടുകൊടുത്ത് ആ മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹം വലിയ സംഭവമാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ അപ്പൂപ്പൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹവും അരിവാളിന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതിനെ കുത്തിത്തിരിച്ചു കൊണ്ടുവന്ന് ഈ ഫേസ്ബുക്കിൽ ഇട്ടൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. ഈ തോമസ് ഐസക്കുമാരുള്ള നാട്ടിൽ നിങ്ങൾ ശരിക്ക് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരെയും പറ്റിക്കുകയാണ്. എനിക്ക് ഡോക്ടർ തോമസ് ഐസക്കുമായിട്ട് വ്യക്തിപരമായ ഒരു എതിർപ്പില്ല. പക്ഷെ കാണുന്ന കാര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ തോമസ് ഐസക്കിനെ പോലുള്ളവർ പഠിപ്പിച്ചു തന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ്. നമുക്ക് പ്രതികരിച്ചേ കഴിയൂ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങണം, എല്ലാം പഠിക്കുന്നത് നിങ്ങൾ പറയണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്തായാലും അഷ്വേർഡ് പെൻഷൻ എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനായി മാറുന്നില്ല എന്നുള്ളത് ഗുരുതരമായ മറ്റൊരു പ്രതിസന്ധിയാണ്. അതേസമയം ഇതിനെ ടാപ്സ് എന്നും ഇനി വേണമെങ്കിൽ ക്യാപ്സ് എന്ന്, കേരള അഷ്വേർഡ് പെൻഷൻ സ്കീം എന്നൊക്കെ പറഞ്ഞ് പുതിയ പേരൊക്കെ ഇട്ട് ക്യാപ്സ് എന്നൊക്കെ പേരൊക്കെ ഇട്ട് മധുരമനോഹരമായി ഇപ്പൊ എല്ലാം കെ ആണല്ലോ, കേരയിൽ കെ അപ്പം എല്ലാം കെ ആണ്. അപ്പൊ കെയിലോട്ട് പോകുന്നത് കൊണ്ട് ഇതും ഒരു കെയിൽ പോകാൻ സാധ്യതയുണ്ട്. ക്യാപ്സ് വരും, ടാപ്സ് മാതൃകയിൽ ക്യാപ്സ് വരുന്നു. അപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകുന്നില്ല. ആട്ടിൻപറ്റങ്ങളെ കൊഴ കൊടുത്ത് കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ മോഹിപ്പിച്ച് ആശിപ്പിച്ച് കേരളത്തെ കൊണ്ടുപോകുന്നതാണ് കൽപ്പാന്തകാലമായി കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചില പെൻഷനൊക്കെ കൊടുക്കും. അതല്ല കൊടുക്കേണ്ടത്. ആത്യന്തികമായി ഒരു ജനതയുടെ മോചനത്തിനാവശ്യമായ വ്യവസായങ്ങളും കാർഷിക മേഖലയിലും IT മേഖലയിലും സമഗ്രമായ വികസനമാണ്. പക്ഷെ അത് ഇവരുടെ ഉൾക്കാഴ്ചയിലുമില്ല, ദർശനത്തിനുമില്ല. മൂന്നാമത് വരണം എന്നുള്ളത് വലിയ അടിയന്തരമായിട്ടുള്ള സബ്ജക്റ്റായിട്ട് കൂടെ ഉണ്ട് താനും.